ഈ കാണുന്നതാണ് നെടുമങ്ങാട് നഗരസഭയിൽ സ്ഥിതി ചെയ്യുന്ന രാമചന്ദ്ര ഷോറൂമിന്റെ കിച്ചൺ. വളരെ ഞെട്ടിക്കുന്ന ഒരു വാർത്തയുമായിട്ടാണ് ഇന്ന് ഞങ്ങൾ നിങ്ങളോടൊപ്പം ഉള്ളത്. നെടുമങ്ങാട് നഗരസഭയിൽ സ്ഥിതി ചെയ്യുന്ന പുതുതായി ആരംഭിച്ച രാമചന്ദ്ര ഷോപ്പിലേക്ക് രാമചന്ദ്രയുടെ വിവിധ ഔട്ട്ലെറ്റുകളിലേക്ക് ഫുഡ് പ്രോസസ്സിംഗ് നടക്കുന്നത് ഇവിടെ നിന്നാണ്. തിരുവനന്തപുരം ജില്ലയിലെ രാമചന്ദ്രയുടെ എല്ലാ ഔട്ട്ലെറ്റുകളിലേക്കും ഫുഡ് പ്രോസസ്സിംഗ് നടക്കുന്നത് ഈ ഭാഗത്തു നിന്നാണ്, ഈ ഷോപ്പിൽ നിന്നാണ്. ഈ ഫുഡ് പ്രോസസ്സിങ്ങിനായി ഉപയോഗിക്കുന്ന വെള്ളമാണ് ഈ കാണുന്നത്. ഏകദേശം കറുത്ത് ടാറിനേക്കാൾ മലിനമായ ഒരു ജലം വേറെ ഇല്ല. ഇനി മറ്റൊരു കിണർ കൂടിയുണ്ട്, അതും കൂടി നമുക്ക് കാണാം. ഈ മലിനജലമാണ് കടലിലോട്ട് പോകുന്നത് അല്ലേ? ഇതാണ് ഇപ്പോൾ ഈ മലിനജലം. വെള്ളം കെട്ടി നിർത്തുന്നത് അവിടെയാണ്. ഓ, ടാങ്ക്. ആ ടാങ്ക് കൂടെ ഒന്ന് കാണിച്ചു കൊടുക്കും. പിന്നെ ആ ടാങ്ക് കണ്ടു കഴിഞ്ഞാൽ എല്ലാവരും കുടിക്കും. അത് കണ്ടില്ലേ? കണ്ടില്ലേ? ഇത് പ്ലാസ്റ്റിക് കൂട്ടിയിട്ട് കത്തിച്ചിരിക്കുന്നത്. പ്ലാസ്റ്റിക് കൂട്ടിയിട്ട് ഈ വെള്ളം കണ്ട കഴിഞ്ഞ എത്രയോ മാസമായിട്ട് ഇവിടെ കത്തിക്കുകയാണ്. രാമചന്ദ്രയുടെ ഫുഡ് പ്രോസസ്സിംഗ് യൂണിറ്റാണിത്. ഇവിടുത്തെ പ്രദേശവാസികളൊക്കെ വിവരം അറിയിച്ചതനുസരിച്ച് നെടുമങ്ങാട് നഗരസഭയും ഹെൽത്ത് ഇൻസ്പെക്ടർ സ്ക്വാഡും അതോടൊപ്പം വിവിധ രാഷ്ട്രീയ പാർട്ടിയുടെ ആളുകളൊക്കെ ഇവിടെ ദുർഗന്ധം ഭയങ്കരമായ ഈ സമീപത്തുള്ളവരിൽ നിന്നുള്ള ഒരു പരാതിയാണ്. എന്നും രാത്രി ഒരു 10 മണിയാകുമ്പോൾ ഇവിടെ നിന്ന് പുക വരുമെന്നാണ് പറയുന്നത്. രാവിലെ വരെ ഈ പ്ലാസ്റ്റിക് കൂട്ടിയിട്ട് കത്തിക്കുന്നതാണല്ലേ? പുറത്തുനിന്നുള്ള വാഹനങ്ങളിലാണ് ഈ പ്ലാസ്റ്റിക് വാഹനം ഇവിടെ കൊണ്ടുവരുന്നത്. തിരുവനന്തപുരത്ത് അടക്കമുള്ള രാമേന്ദ്രയുടെ ഔട്ട്ലെറ്റുകളിൽ നിന്നാണ് ഈ പ്ലാസ്റ്റിക് മാലിന്യം ഇവിടെ എത്തിക്കുന്നത്. മാത്രമല്ല, ഏറ്റവും നമ്മളെ ഞെട്ടിപ്പിക്കുന്ന ഒരു വാർത്ത എന്ന് പറയുന്നത്, ഇവിടെ രാമേന്ദ്രയുടെ ബേക്കറികളിലേക്ക് അവരുടെ ഫുഡ് കോർട്ടുകളിലേക്കുള്ള ഫുഡ് പ്രോസസ്സ് ചെയ്യുന്നത് ഇവിടെ നിന്നാണ്. ഫുഡ് കോർട്ടിലേക്കുള്ള സ്വകാര്യ വ്യക്തികൾക്ക് എത്രത്തോളം ഗ്യാസ് സിലിണ്ടറുകൾ സൂക്ഷിക്കാം എന്നുള്ളതും കൂടി നമ്മളൊന്ന് പരിശോധിക്കണം. വലിയൊരു എക്സ്പ്ലോസീവിനുള്ള എല്ലാ സാധ്യതകളുമുള്ള സിലിണ്ടറുകളാണ് ഇവിടെ നിരത്തി വെച്ചേക്കുന്നത്. എല്ലാം ഫില്ല് ചെയ്ത സാധനങ്ങളാണ്. ഇതിപ്പോൾ നഗരസഭ ഹെൽത്ത് സ്ക്വാഡൊക്കെ ഇവിടെ എത്തിയിട്ടുണ്ട്. അവർ പരിശോധിച്ച് ഉടൻ തന്നെ സീൽ വെക്കുമെന്നാണ് പറയുന്നത്. ബാക്കി കാര്യങ്ങളൊക്കെ ഇന്ന് നഗരസഭയുടെ ഉദ്യോഗസ്ഥരും കൗൺസിലറൊക്കെ എത്തിയിട്ടുണ്ട്. ഹെൽത്തിന്റെ ഉദ്യോഗസ്ഥരെല്ലാം ഉണ്ട്. എന്ന് പറഞ്ഞുകൊണ്ട് ഒരു മെസ്സേജ് വരികയും അതിൻ്റെ അടിസ്ഥാനത്തിൽ നഗരസഭ ഉദ്യോഗസ്ഥ ഹെൽത്ത് വിഭാഗവും സെക്രട്ടറിയും അതുപോലെ തന്നെ നഗരസഭ ചെയർപേഴ്സണുള്ള ആൾക്കാർ വരികയും ചെയ്തു. ഇവിടെ വന്ന് കണ്ടപ്പോൾ വളരെ പരിതാപകരമായ രീതിയിൽ ഒരു ഫുഡ് പ്രോസസ്സിംഗ് യൂണിറ്റ് പ്രവർത്തിക്കുന്നതായിട്ടാണ് മനസ്സിലാക്കുന്നത്. അതോടൊപ്പം തന്നെ ഇവിടെ വന്നപ്പോൾ 2 വാഹനങ്ങളിൽ ഈ മറ്റ് സ്ഥലങ്ങളിൽ നിന്ന് മാലിന്യം കൂട്ടിക്കലർന്ന മാലിന്യം കൊണ്ടുവന്ന് ഇവിടെ ഇട്ട് കത്തിക്കുന്നതിന് വേണ്ടി കൊണ്ടുപോയി ആ 2 വാഹനങ്ങളും നഗരസഭ പിടിച്ചെടുക്കുകയും ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഇവിടെ ഭക്ഷണം പാകം ചെയ്യുന്നത് യാതൊരുവിധ പൊതുജനാരോഗ്യ നിയമങ്ങളും പാലിക്കാതെ വൃത്തിഹീനമായ സാഹചര്യത്തിൽ ആണ് പാകം ചെയ്യുന്നത്. അതുപോലെ ഡ്രെയിനേജുകൾ പൊട്ടിപ്പൊളിഞ്ഞ് അതുപോലെ തന്നെ ഉപയോഗിക്കുന്ന വെള്ളം വളരെ മലിനജലമാണ് പാചകത്തിൽ ഉപയോഗിക്കുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ സ്ഥാപനം പൂർണ്ണമായിട്ട് നഗരസഭ അടച്ചുകൊണ്ട് ചെയ്യുകയും സാധാരണയായി നമുക്കറിയാം, ഒരു ചെറിയ ഒരു ഷോപ്പ് തുടങ്ങണമെങ്കിൽ തന്നെ ഒരുപാട് പ്രോസസ്സ് ഉള്ളപ്പോൾ ഇങ്ങനെ ഒരു ഇവിടെ ഇത്രയും നഗരസഭയുടെ ഉള്ളിലുള്ള ഒരു ഇതായതുകൊണ്ട് തന്നെ ഒരു പക്ഷേ ഇത് ആരുടെയും ശ്രദ്ധയിൽപ്പെടാതെ പോയതാണ്. ഇവിടെ പൊതുജനങ്ങൾക്ക് നിലവിൽ കിട്ടിയ അറിവനുസരിച്ച് എത്ര നാൾ കൊണ്ട് പ്രവർത്തിക്കുന്നു? നിലവിൽ ഇത് കണ്ടിട്ട് ഏതാണ്ട് 1-2 മാസം കൊണ്ട് പ്രവർത്തിക്കുന്നതായിട്ടാണ് കാണുന്നത്. അതിനുള്ള അത്രത്തോളം വേസ്റ്റ് കാര്യങ്ങൾ നിറവേറ്റിയിട്ടുണ്ട്. ഒരു കാരണവശാലും പ്രവർത്തിപ്പിക്കാൻ യാതൊരുവിധ മാനദണ്ഡങ്ങളും ഇല്ലാതെയാണ് ഈ സ്ഥാപനം പ്രവർത്തിക്കുന്നത്. സാധാരണ ഒരു കൊച്ചു കട തുടങ്ങണമെങ്കിൽ തന്നെ അതെ, ലൈസൻസ് ഉണ്ട്, മറ്റു കാര്യങ്ങളെല്ലാം ഉണ്ട്. അതുപോലെ തന്നെ കെട്ടിടം തന്നെ ഇതിന് പറ്റിയൊരു ബിൽഡിംഗ് അല്ല. യാതൊരു ബിൽഡിങ്ങിൽ ഒരു പൊളിഞ്ഞു വീഴാറായ ഒരു കെട്ടിടത്തിലാണ്, അത് മേൽക്കൂര പോലും ഇല്ലാത്തൊരു സ്ഥാപനത്തിലാണ് ആഹാരം പാചകം ചെയ്യുന്നത്. അതെല്ലാം സ്റ്റോപ്പ് ചെയ്തത്, ക്ലോസ് ചെയ്തു.
ഇതിന് ശക്തമായ ഈ രീതിയിൽ ഈ പാചകം ചെയ്യുന്നവർക്ക് ഹെൽത്ത് കാർഡ് അങ്ങനെ ഒന്നുമില്ലല്ലോ സാറേ? ആകെ ഒന്നുമില്ല, യാതൊരുവിധ പൊതുജനാരോഗ്യ നിയമം പാലിക്കാതെയാണ് ചെയ്തു. ഫുഡ് പ്രോസസ് യാതൊരു നിയമങ്ങളോ അല്ലെങ്കിൽ മറ്റൊന്നും ചെയ്തിട്ടില്ല. വേസ്റ്റ് മാത്രമല്ല പ്ലാസ്റ്റിക് പ്ലാസ്റ്റിക് എന്ന് വെച്ചാൽ മാലിന്യങ്ങൾ കൂട്ടിക്കലർത്തിയിട്ട് കത്തിക്കുന്നു, ജൈവവും അജൈവവും കൂടെ കൂട്ടിക്കലർത്തിയിട്ടിട്ട് കത്തിക്കുന്നു. അത് ഇവിടുത്തെ മാത്രമല്ല, തിരുവനന്തപുരം ജില്ലയിലെ ഈ സ്ഥാപനത്തിൻ്റെ മറ്റ് സ്ഥലങ്ങളിലുള്ള വേസ്റ്റ് കൊണ്ടുവന്ന് ഇവിടെ കത്തിക്കുകയാണ് ചെയ്യുന്നത്. അത്ര ഗുരുതരമായ കുറ്റം. അതായത് പിന്നെ മാലിന്യമുക്ത നവകേരളമായിട്ട് ബന്ധ സർക്കാരും നഗരസഭയും ഇത്രയും തീവ്രമായ പ്രവർത്തനം നടത്തുന്ന സമയത്ത് എല്ലാ നിയമങ്ങളെയും കാറ്റിപ്പറത്തിക്കൊണ്ടുള്ള ഒരു രീതിയിലാണ് ഇവിടെ പ്രവർത്തനം നടത്തുന്നത്. ചോറ് കൊണ്ടുപോവാ ഇതുണ്ടോ? നീ എന്റെ ജോലി ഇതാണ്. ഇതുണ്ടോ? മുട്ടക്കുഞ്ഞുണ്ടോ? സാറേ ആ ടാപ്പ് അടിച്ചാൽ സാറേ, വലിയ ടാപ്പുണ്ട്. ഇതാണ്ട് ടാപ്പ് തന്നെയാണ് അത്, അല്ലെങ്കിൽ മറ്റേ ഇത് ചെയ്യാം. അല്ല, അത് ഇതില് ആദ്യം ഇത് ചെയ്യണം. വേറെ ടൈപ്പോട്ട് അതിന്റെ ബോർഡർ ഉണ്ടാവും. അങ്ങനെ